അവിടെയും വേണം, അവിടെയും പൈസ ഇൻവോൾവ് ആവുന്നില്ലേ. ഇവിടെ ചിലപ്പോൾ നമുക്ക് 10,000ങ്ങളുടെ വ്യത്യാസമുള്ളൂ, അവിടെ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് മാറുന്നത്. ഈ ടെറൈനിൽ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? അല്ല, നീ കോർണർ കൊണ്ട് ഉദ്ദേശിച്ച എന്തോ നീ ഡൗൺ ചെയ്യുവാണ്? ഓ ചെയ്യാം. ഇതേലോ? കിറ്റ് കുറച്ചുകൂടെ നല്ല കിറ്റാണോ മുട്ടിക്കുന്നത്? മുട്ടല്ല ഉള്ളു. എന്നാലും ഹോണ്ട എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇത്രയും പൈസ കൊടുത്താൽ ആളുകൾ ചാടി വീഴുന്നത് ഈ ഒറ്റ സാധനത്തിലാണ്. എക്സ്പൾസ് 200 എക്സ്പൾസ് 200 ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പം നീ ഡിസൈഡ് ചെയ്യുക നിനക്ക് എന്താ വേണ്ടത്. നിനക്ക് അവിടെ പെർഫോമൻസ് ആണോ വേണ്ടത്, അതോ ഈ ഒരു പീസ് ഓഫ് മൈൻഡ് ആണോ കൂടുതൽ വേണ്ടത് എന്നുള്ളത് മാത്രം നോക്കിയാൽ. എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയും പ്രൈസും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് വിഷയം തുടങ്ങുന്നത്. ഈ ഒരു എഞ്ചിന് ഞാൻ നല്ലപോലെ പ്രതീക്ഷിച്ചു. എല്ലാവരും പറയുന്നത് ഭയങ്കര മൈലേജ് ഉണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷേ മൈലേജ് എനിക്ക് കിട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈനലി വണ്ടി തന്നു. ഹോണ്ട തന്നില്ല, ഇത് വാങ്ങിച്ച ഒരാൾ തന്നതാണ്. നമ്മുടെ കോഴഞ്ചേരിയിലുള്ള നിതിൻ എന്ന് പറഞ്ഞ പ്രോ തന്നെ. യെസ്, പുള്ളി പുത്തൻ വണ്ടി എടുത്തേ ഉള്ളൂ. ഇപ്പം 9,050 കിലോമീറ്റർ ആയതേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഇടയ്ക്ക് ഈ സ്റ്റോറിക്കകത്ത് മറ്റേനകത്തൊക്കെ ഹോണ്ട കിട്ടുന്നില്ല എന്ന് കരച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഇപ്പോൾ വണ്ടി കിട്ടിയോ, ചെയ്യുന്നുണ്ടോ? ഇല്ല ബ്രോ കിട്ടിയില്ല. പുള്ളി പറഞ്ഞു കയ്യിലുണ്ട് തരാം, ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഇന്നലെ എടുത്തുകൊണ്ട് വന്നതാണ്. താങ്ക് യു സോ മച്ച് നിതിൻ ബ്രോ ഫോർ ദ ട്രസ്റ്റ് ആൻഡ് ലവ് സപ്പോർട്ട് എവരിത്തിങ്. ഇതുപോലെയുള്ള നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഹോണ്ട വണ്ടികളൊക്കെ തീർക്കാൻ പറ്റുമെന്നാണ് ഗൈസ്. ഹോണ്ട അങ്ങനെ തരാറില്ല. ഹോണ്ടയുടെ സീനിയർ ജേർണലിസ്റ്റുകൾക്ക് പോലും അവർക്ക് ഇച്ചിരി എതിരെയോ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത സാഗറിന് പോലും കൊടുത്തിട്ടില്ല. അത് ശരിക്കും പുള്ളി ഊക്കി വിട്ടതും അതിന്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഹോണ്ടയ്ക്ക്. അവർക്ക് ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾ തരുന്നില്ല, എടുക്കും. എങ്ങനെ ഞങ്ങളുടെ വണ്ടി വിറ്റുമോ, നിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇവിടെ ഈ കഴിഞ്ഞ ഇല്ല. അവർക്കും എന്താണേലും അവർക്ക് ആക്റ്റീവ് വിറ്റാലും പൈസ ഉണ്ട്. ഇത് തന്നെ വിറ്റവർക്ക് പൈസ ഉണ്ടാക്കണം ഒരു നിർബന്ധമില്ല. ആക്റ്റീവയ്ക്കാണ് അവർക്ക് പിന്നെ ലാഭം കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ ഈ വീഡിയോക്കകത്ത് അതിന്റെ പ്രതിഷേധമാണോ? പ്രതിഷേധിക്കാനില്ല, അങ്ങനെയല്ല. നമ്മൾ അവരെ ആറ്റിറ്റ്യൂഡ് എടുത്തെന്ന് പറഞ്ഞ് പ്രൊഡക്റ്റിൽ അതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് അങ്ങനെ കാണിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർണറ്റ് 2.0 അല്ലേ ഇത്? അതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ശരിയാവും? സെയിം ഹോർണറ്റ് 2.0 പ്ലാറ്റ്ഫോമാണ്. സെയിം ഷാസി, സെയിം എഞ്ചിൻ, ബാക്കി പരിപാടികളെല്ലാം കമ്പോണൻസ് എല്ലാം സെയിം. വ്യത്യാസം വരുന്നത് ഇച്ചിരി ടോളർ ഹാൻഡിൽ ബാർ ഉണ്ട്. നമുക്ക് ആ ഒരു അഡ്വഞ്ചർ ബൈക്കിൽ അഡ്വഞ്ചർ ടൂഡർ സീറ്റിംഗ് പോസ്റ്റർ വരുന്നുണ്ട്. അതിനേക്കാളും ഒരു 5 കിലോ കൂടി ഇതിന് കൂടുതലാണ്. ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്പെക്കും എക്സാക്ട്ലി സെയിം ആണ് ആ സാധനത്തിനോട്. അതിനേക്കാൾ ഒരു 10 രൂപ എങ്ങാണ്ട് കൂടുതലുണ്ട്. ഇതിന് പുള്ളി ഓൺ റോഡ് എടുത്തത് 2,10,000 രൂപയ്ക്കാണ് പത്തനംതിട്ടയെന്ന്. ഈ പ്രൈസ് എന്ന് പറയുന്നത് റോണിന് NS 200, മറ്റേ എക്സ്പൾസ് 200 4V, എക്സ്പൾസ് 200 4V 210 അല്ല. എന്നാലും പോട്ടെ, 210 ഇതിനേക്കാൾ ഒരു 20,000 രൂപ ഇട്ടാൽ മതി. 210 കിട്ടും. പുതിയ ഈ വണ്ടികളുമായിട്ടാണ് പ്രൈസിൽ നിൽക്കുന്നത്. പക്ഷേ ഈ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പെർഫോമൻസിൽ താഴെയാണ് ഈ സാധനം നിൽക്കുന്നത്. അല്ല, ഇതിപ്പോൾ CB നിന്ന് NX-ലേക്ക് ആക്കിയപ്പോൾ എന്തോ CB നിന്ന് NX-ലേക്ക് മാറിയപ്പോൾ ആദ്യം ഗ്രാഫിക്സ് അങ്ങ് മാറ്റി. CB 200 മാറ്റിയിട്ട് NX 200 എടുത്താക്കി. രണ്ടാമത് ഹെഡ് ലാമ്പിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ച് സ്മോക്ഡ് ഔട്ട് ആക്കി. എന്നിട്ട് അതിൻ്റെ അകത്തെ ഇന്റേണൽ ഡിസൈനിങ് കുറച്ച് ചേഞ്ച് വരുത്തി. സ്പ്ലിറ്റ് DR പോലത്തെ പരിപാടികളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. കാണാൻ കുറച്ചുകൂടെ സെറ്റാണ്. മെയിൻ സാധനം OBD2B എഞ്ചിൻ വന്നു, പ്ലസ് മീറ്റർ കൺസോൾ അപ്ഡേറ്റ് ആയി. ഇപ്പോൾ വരുന്നത് ഹോണ്ടയുടെ ആ ഒരു 4 ഇഞ്ച് ഫുൾ കളർ TFT ഡിസ്പ്ലേ ആണ് വിത്ത് ഓൾ. നിനക്ക് ഹോണ്ടയുടെ സൂപ്പർ ബൈക്കിലും ഇതിലും ഇപ്പോൾ കണ്ട ഏകദേശം ഒരേപോലത്തെ മീറ്റർ ആയിരിക്കുക. NX 500-നകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ മതി. ഈ മീറ്റർ ഏകദേശം ചെറിയ ഫീച്ചർ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. ഇതുപോലൊക്കെ തന്നെയാണ്. കുഞ്ഞനല്ല, കുഞ്ഞൻ മീറ്റർ എങ്ങനെയാവുന്നത്? ഇത്ര ബെസൽ കൂടുതലുണ്ട്. അത് ഓക്കെ, പക്ഷേ അത് നല്ല വിസിബിലിറ്റി പ്രോപ്പറാണ്. അതിനകത്ത് ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ പരിപാടികളെല്ലാം വരുന്നുണ്ട്. ഫ്ലഡഡ് ആണോ? ഫ്ലഡഡ് അല്ല, ഇൻഫർമേഷൻസ് ഉണ്ട്. എന്നാൽ അതിനെ നമുക്ക് ഒരാൾക്ക് മര്യാദയ്ക്ക് കാണാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിക്കാണ് കൊടുത്തേക്കുന്നത്. ബ്ലൂടൂത്ത് ഉണ്ട്. ഹോണ്ട റോഡ് സിങ്ക് ആപ്പ് വെച്ചിട്ട് നിനക്ക് ഈ പറയുന്ന ബ്ലൂടൂത്ത് പരിപാടിയെല്ലാം നടക്കും. ട്രിപ്പ് അതിൻ്റെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഇൻസ്റ്റന്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി എല്ലാം കാണിക്കുന്നുണ്ട്. ക്ലോക്ക് ഉണ്ട്. ഇതിൽ തന്നെ ഈ ഫ്യൂൽ ഗേജ് നോക്കിയാൽ തന്നെ ശരി. ഇതിപ്പോൾ ബാറല്ലേ കാണിക്കുന്നത്. ഇത് മാറ്റി നിനക്ക് അവിടെ റേഞ്ച് ആക്കാൻ വേണേ. വിഷയം അത് ഞാൻ കാണിച്ചത്. ഇത് ഫ്യൂൽ, ഇപ്പോൾ ഇത് ഫ്യൂലല്ലേ കാണിക്കുന്നത്. റേഞ്ചിലിട്ടാണ് റേഞ്ച് 197 കിലോമീറ്റർ എന്നുള്ള റേഞ്ചിൽ. ഫ്യൂലോട്ട് മാറ്റിയാൽ എനിക്ക് ബാർ കാണിക്കും. അതൊന്ന്. പിന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ആണ് രണ്ടാമത്തേത്. പിന്നെ വരുവാണെങ്കിൽ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. HSTC, ഹോണ്ട സെലക്റ്റബിൾ ട്രാക്ഷൻ കൺട്രോൾ, അത് ഓൺ ഓഫ് ആക്കാൻ പറ്റും. ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടോ? ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി. പിന്നെ എനിക്കൊന്ന് കീ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ സാധനം റീസെറ്റ് ആകും. പിന്നെ ഓഫല്ലേ? യെസ്, ഓണായി. തിരിച്ച് ഓണായി. ഈ പരിപാടികളൊക്കെയാണ്. ഡുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. സ്വിച്ചബിൾ അല്ല,
സ്റ്റാറ്റിക്കാണ്. ഓക്കെ. ഈ പരിപാടികളൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഈ ഇതിൽ കൊടുത്തേക്കുന്ന ഇൻഡിക്കേറ്ററോ? ഇൻഡിക്കേറ്റർ ഫുൾ ടൈം ഓൺ ആയിട്ട് കിടക്കും. ഓക്കെ. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ മാത്രമാണ് മിനിമിന് കത്തുന്നത്. മറ്റേ ഡാമേജ് ആയ ഇൻഡിക്കേറ്ററും പോകും. 350 പോലൊക്കെ തന്നെ. അത് വെച്ച് പോയി പോകും. ഓക്കെ. പക്ഷേ ഇത് അത്ര ആരും ഹാർഡ് ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊണ്ടുപോയാൽ തന്നെ കൊണ്ടുപോകും. ഞാൻ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്, കൊണ്ടുപോകും. അതിപ്പം സ്പ്ലെൻഡറും കൊണ്ട് പോകുന്നവരും ആക്സസും കൊണ്ട് പോകുന്നവരും ഉണ്ട്. അതുപോലെ അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഒന്നുമല്ല, ഇതൊരു സ്ട്രീറ്റ് ബൈക്കാണ്. ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് സ്ട്രീറ്റ് ബൈക്കാണ്. ഇതിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് ഹൈവേ ടൂറിങ് ബെറ്റർ ആയിട്ട് ചെയ്യാം. ഓക്കെ. നിനക്ക് നല്ല ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് പോസ്റ്റർ കിട്ടുന്നുണ്ട്. റിലാക്സ്ഡ് ആയിട്ട് നീ നല്ല നുവർന്നാണ് ഇരിക്കുന്നത്. പ്ലസ് നിനക്ക് ആ ഒരു വിൻഷീൽഡ് ഈ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഒരു ക്ഷീണമില്ലാണ്ട് നിനക്ക് അത്യാവശ്യം ദൂരം ടൂർ ചെയ്യാം. ഇത് എങ്ങനെയുണ്ട്? അതിനൊരു കോമഡി ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്തതാണ്. എൻ്റെ ഹൈറ്റ് 180 അപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഹെൽമെറ്റിന് ഒരു 1400 ഗ്രാമുണ്ട്. ഒരു 60 ഞാൻ കോൺസ്റ്റൻറ്റ് പോയെന്ന് വെച്ചോ. കാറ്റ് കറക്റ്റ് എൻ്റെ ഹെൽമെറ്റിൽ അടിച്ചിട്ട് എനിക്ക് ബോബിൾ അടിക്കും. ബോബിളെന്ന് പറഞ്ഞാൽ നിന്നെ ഇങ്ങനെ ഇട്ട് പിടിക്കുമെന്നല്ല, ചെറിയ ബഫറ്റിങ് എനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ. എന്നാൽ ആ 60 ഞാനൊരു 70 80 90 വരെ പുഷ് ചെയ്യുമെന്ന് വെച്ചോ, സ്മൂത്താണ്. നിന്റെ ഹെൽമെറ്റ് ലൂസ്? ഹെൽമെറ്റ് ലൂസിൻ്റെ അല്ല, കാറ്റ് വരുന്നതിൻ്റെയാണ്. അതായത് നീ 60 പോകുമ്പോഴത്തേക്ക് ആ വിൻഡിന് അത്രയ്ക്ക് സ്പീഡേ ഉള്ളൂ. അപ്പോൾ അത് അതിൽ കൂടെ കയറിയിട്ട് എൻ്റെ ഹെൽമെറ്റിലോട്ടാണ് വരുന്നത്. അതേസമയം ഞാൻ ആ സ്പീഡിൽ നിന്ന് മേളത്തെ സ്പീഡിലോട്ട് പോകുമ്പോഴത്തേക്ക് വിൻഡ് കുറച്ചുകൂടെ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത് തട്ടിത്തഴുകി നേരെ മേളോട്ടങ്ങ് പോവാം. ഓക്കെ. അതെൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിലേ അടിക്കുന്നുള്ളൂ. ബാക്കി ആർക്കെങ്കിലും ഇത് പ്രശ്നമുണ്ടോ? എൻ്റെ ഹെൽമെറ്റ് മൊത്തം കേൾക്കുന്നു, മുകളിലേ അടിക്കുന്നുള്ളൂ. മുകളിലടിക്കുമ്പോൾ എനിക്ക് അത്രയും ബഫറ്റിങ് വരത്തില്ല. പക്ഷേ എൻ്റെ ഈ ഫ്രണ്ട് ഫേസിലോട്ട് അടിക്കുമ്പോഴാണ് എനിക്ക് ബഫറ്റ് വരുന്നത്. കാരണം ഡയറക്റ്റ് എൻ്റെ ഹെൽമെറ്റിലോട്ട് കാറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ എയറോഡൈനാമിക് ഷേപ്പ് വെച്ചിട്ട് എനിക്ക് ബഫറ്റ് വരത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ തട്ടിയിട്ട് എൻ്റെ ഇതിലോട്ട് വരുന്ന ഇതാണ്. അപ്പോൾ ഇത് ഒരു ഇവനായിട്ടുള്ള ഒരു എയർ ഫ്ലോ അല്ല, അവിടെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 90 പോകുമ്പോഴത്തേക്ക് ഷോൾഡറിൻ്റെ ഇവിടെ ഈ ഏരിയയിലോട്ട് നമുക്ക് നന്നായിട്ട് കാറ്റടിക്കും. പക്ഷേ ഇതിൻ്റെ ഇവിടം ഇത്രയും കവേർഡ് ആയിരിക്കും അത്യാവശ്യം. അങ്ങനെയാണ് ആ ഒരു വിൻഷീൽഡിൻ്റെ പരിപാടി എനിക്ക് ഫീൽ ചെയ്തത്. 80-90 പോവാല്ലേ, സുഖമായിട്ട് പോകാം. പക്ഷേ 100-110 പുഷ് ചെയ്ത് അങ്ങ് പിടിക്കുകയാണ്. 8000 ഒക്കെ കഴിയുക, 8000 ആവും അവിടെ. 8000 പോയാൽ 100-110 പോകാം. അന്നേരം എങ്ങനെയുണ്ട്? അന്നേരം എഞ്ചിൻ എങ്ങനെ ഓടിച്ചാലും സ്മൂത്താണ്. നീ പെയ്യെ ഓടിച്ചോ, സ്പീഡിൽ ഓടിച്ചോ, നീ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിച്ചോ, എങ്ങനെ ഓടിച്ചാലും അത് മുടിഞ്ഞ റിഫൈൻഡാണ്. നീ ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ട് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് റെഡ് ലൈൻ അടിക്കാറാകുമ്പോഴത്തേക്ക് ഈ ടാങ്കിൻ്റെ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് പോർഷനിലും പിന്നെ നിൻ്റെ ഫുഡ് പാക്കിൻ്റെ അവിടെ ഒരു ചെറിയ തരിപ്പ് ഫീൽ ചെയ്യും. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ സാധനം ഇലക്ട്രിക് വണ്ടി ഓടുന്നുള്ളൂ. ഹാൻഡിൽ ബാറിലെങ്കിൽ ഒന്നുമില്ല. ക്ലച്ച് മുടിഞ്ഞ സ്മൂത്താണ്. കുറച്ച് നമ്മുടെ കുഞ്ഞുവിരൽ വെച്ചിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡൗൺ ഷിഫ്റ്റ് ഇപ്പോൾ നല്ല സ്മൂത്താണ്. ഭയങ്കര ക്രിസ്പ് ഗിയർ ബോക്സ് ആണ്. ഓരോ ഷിഫ്റ്റും ഓരോ ഗിയറും വീഴുന്നത് നീ അറിയും. നല്ല ആ പോസിറ്റീവ് ഫീഡ്ബാക്കോടെ തന്നെ ഓടിക്കാൻ പറ്റും. ഇടയ്ക്ക് എങ്ങും ഇനി ഫോൾസ് ന്യൂട്രൽ വീഴുക അല്ലെങ്കിൽ ഗിയർ കുറച്ച് സ്ലഗ്ഗിഷായിട്ട് ഫീൽ ചെയ്യുക ഒന്നുമില്ല. സ്മൂത്താണ്, പെർഫെക്റ്റ് ആണ്. ആദ്യത്തെ ഒരു 3 ഗിയർ ഷോർട്ടാണ്. 4th 5th അത്യാവശ്യം ലോങ് ആണ്. 4th 5th നല്ല ലോങ് ആണ്. അപ്പോൾ 5th ലോങ് ആയതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ 90+ ഒക്കെ വേണേൽ ക്രൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കംഫർട്ടബിൾ ക്രൂസാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അവിടെ ഫ്യൂൽ എഫിഷ്യൻസി ഡ്രോപ്പ് വരുന്നുണ്ട് നിനക്ക്. ഞാൻ ഇച്ചിരി ഇത് അഗ്രസീവായിട്ട് ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 36, 34 റേഞ്ച്. 36, 33, 30 ഹോണ്ടയാണ്. അത് ഹോണ്ടയാണെന്ന് വെച്ചിട്ടല്ലേ, ഇത് വെറും ഒരു 184 cc ആണ്. 17 BHP ഉള്ളൂ. 17 BHP നീ 200ന്റെ BHP പോലെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൈലേജിന് അതിനനുസരിച്ചുള്ള ഡ്രോപ്പ് ഫീൽ ചെയ്യും. 200 പുഷ് ചെയ്യുന്ന വണ്ടികൾ ഇത്രയും മൈലേജ് തരുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ആ എഞ്ചിൻസ് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുകയാണ്ട് അതിനത്ര എഫേർട്ട് ഇല്ലാണ്ട് നിനക്ക് പവർ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്പീഡ്സ് അതിന് കുറച്ചും കൂടെ പെട്ടെന്നും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാര്യം അങ്ങനെയല്ല. ഓക്കെ. നിനക്കിപ്പോൾ എത്ര മൈലേജ് കിട്ടിയത്? എനിക്ക് നല്ല പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത്, അതായത് ഫുൾ സ്പോർട്ട് മോഡിൽ ഞാൻ മോഡൊന്നുമില്ല, നമ്മളങ്ങ് മോഡാകും അറിയാമല്ലോ, സ്പോർട്ട് മോഡിലോട്ട്. അങ്ങനെ ഒരു സ്പോർട്ട് മോഡിൽ ഞാൻ ഓടിച്ച സമയത്തേക്ക്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ഗിയറിലും ഫുൾ ത്രോട്ടിൽ, ആ രീതിക്ക് അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ്, അഗ്രസീവ് അപ്പ് ഷിഫ്റ്റ്, ഹാർഡ് ബ്രേക്കിങ്, ഈ ഒരു രീതിക്ക് ഓടിക്കുമ്പോഴത്തേക്ക് 34 എനിക്ക് ആവറേജ് മീറ്ററിൽ കാണിച്ചത്. ഞാൻ ടാങ്ക് ടു ടാങ്ക് നോക്കിയിട്ടില്ല, മീറ്ററിൽ കാണിച്ചതാണ് പറയുന്നത്. പക്ഷേ മീറ്റർ അത്യാവശ്യം ഹോണ്ടയുടെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുന്നു. പിന്നെ അതിൻ്റെ സ്പോർട്സ് മോഡ്, അത് ഞാൻ ടൂറിംഗ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ടൂറിംഗ് മോഡിലെന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം 6000 7000 RPM, ഓൾമോസ്റ്റ് 6000 ഷിഫ്റ്റ് ചെയ്യുന്ന ഓരോ ഗിയറും മാക്സിമം ടോർക്ക് യൂസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഒരു 90 to 100 വരെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞ പോലെ 34 ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത്രയും പോകണ്ട, ഇച്ചിരി കുറച്ച് പിടിക്കുക. അപ്പോൾ അങ്ങനെ 80-90 പിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് 36 to 38 വരെയാണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. കോൺസ്റ്റൻറ്റ് 80-90 ഓവർടേക്സ് വരുമ്പോൾ നീ ഓപ്പൺ ചെയ്യും, ചിലപ്പോൾ ഒരു ഗിയർ ഡൗൺ ചെയ്ത് ഒന്ന് കൊടുത്തിട്ട് പിന്നെ ടോപ്പ് ഗിയർ വരും. പക്ഷേ നിൻ്റെ ആവറേജ് നീ ഒരുമാതിരി പോകുന്ന സ്പീഡ്സ് എന്ന് പറയുന്നത് 70 to 90 ആ രീതിക്ക് ഓടിക്കുമ്പോൾ 38 മാക്സിമം. കമന്റ് ചെയ്യുക എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. അത് എനിക്ക് കുറച്ച് സർപ്രൈസീവ് ആയിരുന്നു. കാരണം ഈ ഒരു എഞ്ചിന് ഞാൻ നല്ലപോലെ പ്രതീക്ഷിച്ചു. എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര മൈലേജ് ഉണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്.
പക്ഷേ മൈലേജ് എനിക്ക് കിട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂട്ടർ മോഡം കിട്ടും. അതായത് കമ്മ്യൂട്ടർ മോഡ് എന്ന് പറഞ്ഞാൽ 40 അല്ല 50 to 70. ഓക്കെ. അതിൽ നീ 50, 60, 65, 60, 65, 60, 65 ഇങ്ങനെ നിൽക്കുമല്ലോ. അതായത് നീ സിറ്റിയിൽ നമ്മൾ നോർമൽ കമ്മ്യൂട്ട് ചെയ്യുന്ന 60, 65 നിൽക്കുമ്പോഴത്തേക്ക് 49.9 കിലോമീറ്റർ പെർ ലിറ്റർ. മനസ്സിലായോ? അപ്പം മനസ്സിലായി. അത് നീ എൻജിൻ സ്ട്രെസ്ഡ് അല്ല ഈ 90-ലും 80-ലും ഒക്കെ എന്നുണ്ടെങ്കിലും ഫ്യൂല് നല്ലപോലെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോർണറ്റ് 2.0 സെയിം സാധനമാണ്. അപ്പോൾ ഒരു 5 കിലോ കുറവുണ്ട്. അതിൻ്റെ എന്തെങ്കിലും പോയിന്റ് വ്യത്യാസം അല്ലല്ല, അത് എഞ്ചിൻ്റെ. എഞ്ചിൻ സ്ട്രെസ്ഡ് ആയിരുന്നെങ്കിൽ നമ്മളധികം പുഷ് ചെയ്യത്തില്ല. പക്ഷേ എഞ്ചിൻ ഹയർ സ്പീഡ്സിലോട്ട് പോകുമ്പോഴും സ്ട്രെസ്ഡ് അല്ല. അപ് ടു റെഡ് ലൈൻ അത് ഭയങ്കര ഫ്രീ റണ്ണിങ്ങാണ്. അപ്പം നീ എന്തോ നീ കൈ കൂടുതൽ കൊടുക്കും, നന്നായിട്ട് കൊടുക്കും. നമ്മൾ അറിയത്തില്ല. സ്മൂത്ത് ആയിട്ട് പൊക്കോളും ചെയ്യും, സ്പീഡും കയറും. അറ്റ് ദ എൻഡ് നീ മൈലേജ് നോക്കുമ്പോഴേ അങ്ങനത്തെ മൈലേജ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലും വേണം. മേ ബി ടാങ്ക് ടു ടാങ്കിൽ കുറച്ചൊക്കെ കിട്ടും. എന്നാലും ഒരു 40-ന് മേളിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും പെർഫോമൻസ് യൂസ് ചെയ്യാൻ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടും എന്നുള്ളത്. ഓക്കെ. നീ അത്ര ഓടിച്ചപ്പോൾ നിനക്ക് ഈ ടയർ എങ്ങനെയുണ്ട്? ഇത് ഡ്യുവൽ പർപ്പസ് ടയർ അല്ലേ? ഡ്യുവൽ പർപ്പസ് ടയറാണ്. എങ്ങനെയുണ്ട് ഇത്? കുഴപ്പമില്ല, ഒരു ആവറേജ് പെർഫോമൻസ് വരുന്നത്. പക്ഷേ ഞാൻ ഇത് മാറ്റിയിട്ട് റേസിൻ്റെ ടൂറാറിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ല ഗ്രിപ്പ് കിട്ടും. ഇത് കുറവാ. ഇത് കുറവാ. ഇത്ര സ്ഥലങ്ങളൊക്കെ പൊക്കോളാം, പോകുന്നതിനൊന്നും ഒരു വിഷയമില്ല. കോൺഫിഡൻസ് കുറച്ചുകൂടെ കിട്ടണമെങ്കിൽ നല്ലൊരു ടയറിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. സോ ബ്രേക്കിംഗ് സ്റ്റോപ്പിംഗ് പവർ അടിപൊളിയാണ്. ഈ ടയറിൽ നല്ല അത്യാവശ്യം നിൽക്കാനും പറ്റും. പക്ഷേ അതും ഞാൻ പറഞ്ഞ പോലെ നീ ടയർ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മാത്രമല്ല സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്, നല്ല പ്രോഗ്രസീവ് സ്റ്റോപ്പിംഗ് പവർ ഉണ്ടെങ്കിലും ലിവർ ഫീഡ്ബാക്ക് ഭയങ്കര മോശമാണ്. അതായത് ഇപ്പോൾ 2 ഡ്യുവൽ ചാനൽ ABS ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ബ്രേക്കിങ്ങിനകത്ത് ഡ്യുവൽ ചാനൽ ABS ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി ഏത് ബ്രേക്ക് വേണേൽ ചവിട്ടാം, എങ്ങനെ വേണേൽ ചവിട്ടാൻ പിടിക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ ആ ലിവർ ഒരു എന്തൂസിയാസ്റ്റിക് പർപ്പസ് അല്ലല്ലോ, പെർസ്പെക്റ്റീവ്. അതിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ബാക്കി മോഡൽസായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ലിവർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് വന്നു. എക്സ്പൾസിൽ നിനക്ക് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. മറ്റേത് മോഡൽസ് എടുത്താലും ഹോണ്ടയുടെ അല്ലാണ്ട് വേറെ ഏത് മോഡൽസ് നോക്കിയാലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ലിവർ ഫീഡ്ബാക്ക് ആ പിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ എന്താണ് ഫ്രണ്ടിൽ നടക്കുന്നതെന്ന് അറിയാം. അതായത് നമ്മൾ ഇവിടെ പിടിക്കുന്ന പോലെ തന്നെയാണ് അവിടെയും നടക്കുന്നതെന്നുള്ളൊരു ഫീൽ. ആ ഒരു കണക്ഷൻ ഇതിലില്ല. പാഡ് മാറ്റിയാൽ നിനക്ക് ഇനിഷ്യൽ ബൈറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഒരു കണക്ഷൻ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉള്ള പാഡ് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഉള്ള പാഡ് ഓക്കെയാണ്. ഇതിന്റെ പെർഫോമൻസിന് ഡീസെന്റ് ആണ്. നിനക്ക് ഒരു നല്ല സഡൻ ബ്രേക്കിംഗ് വന്നെന്ന് പറഞ്ഞാലും വലിയ വിഷയം. ഓ പറ്റും. സീനില്ല. അവിടുത്തെ അത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ അതെനിക്ക് തോന്നുന്നില്ല സാധാരണക്കാർ അത്രയും മൈൻഡ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നീ പറഞ്ഞ പോലെ ഈ 60-70 പിടിച്ചു പോകാൻ അത്രയും എന്തൂസിയാസ്റ്റ് ആയിട്ട് നീ അത്രയും വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷേ നിനക്കത് ടോട്ടലി ഫൈൻ ആണ്. ഈ ടെറൈനിൽ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? സ്റ്റിഫാണ്. വണ്ടി എടുത്ത് ഇങ്ങനെ ടക്ക് 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 പോകും. അല്ലാണ്ട് എക്സ്പൾസ് പോലെ ഇങ്ങനെ പോകില്ല. ഓഫ് റോഡ് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ഓഫ് റോഡ് പർപ്പസിനെ ബിൽഡ് ചെയ്ത വണ്ടിയല്ല. ഇത് മെയിനായിട്ട് ഹോണ്ട തന്നെ പറയുന്നത്, നീ കൂടുതലും സിറ്റിയിൽ നീ ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് പോയിട്ട് ശനി ഞായർ നീ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പോൾ മുന്നേ സീൻ വണ്ടിയാണെന്നാണ്. അല്ല, ഞാൻ യാത്ര ഇതുപോലത്തെ ട്രെയിനിൽ വന്നാൽ നിനക്ക് പോവാം. ഇവിടെ നിന്ന് നിനക്ക് താഴെ ഇറങ്ങി പോവുകയും ചെയ്യാം, തിരിച്ച് കയറി വരികയും ചെയ്യാം. പക്ഷെ നീ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്ക് കൊണ്ടുപോകുന്ന അത്ര കംഫർട്ടിലും സാറ്റിസ്ഫാക്ഷനിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സ്ട്രീറ്റ് ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ നിനക്ക് കൊണ്ടുപോകാം. നല്ല അടിപ്പാണോ നിനക്ക്? ആ സസ്പെൻഷൻ അത് ഈ സോക്ക് ചെയ്യത്തില്ല. ഇതൊന്നും കുറച്ച് സ്റ്റിഫ് സൈഡിലോട്ടാണ് സസ്പെൻഷൻ. എണ്ണിച്ച് നിന്നാൽ നിന്റെ ദേഹത്തോട്ട് അത് കിട്ടത്തില്ല എന്നുള്ളൂ. പക്ഷേ നിനക്ക് ബൈക്ക് അത് നന്നായിട്ട് വാങ്ങിക്കുന്നത് അറിയാൻ പറ്റും. നിനക്ക് തോന്നും ചിലപ്പോൾ അയ്യോ എൻ്റെ കിറ്റ് പറയാമോ, എൻ്റെ ബാക്ക് പറയുമോ, ഈ ഒരു ഫീല് നമുക്ക് വരും. പക്ഷേ ഈ സാധനം റോഡിൽ ബെസ്റ്റാണ്. കോർണേഴ്സ് വിഷയമാണ്. കോർണേഴ്സ് അഡ്വഞ്ചർ രീതിയിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ഹാൻഡ്ലിങ് അടിപൊളിയാണ്. കോർണേഴ്സിൽ സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റി, കോർണർ സ്റ്റെബിലിറ്റി, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി വിഷയം. ഡയമണ്ട് ടൈപ്പ് ഷാസി വെച്ചേക്കുന്നത്. ആ ഷാസിയിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. പ്ലസ് സ്റ്റിഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ USD ഫ്രണ്ട് വരുന്നതുകൊണ്ടൊക്കെ തന്നെ. അല്ല, നീ കോർണർ കൊണ്ട് ഉദ്ദേശിച്ചത് നീ ഡൗൺ ചെയ്യും? ഓ ചെയ്യാം. ഇതേലോ കിറ്റ് കുറച്ചുകൂടെ നല്ല കിറ്റാണോ മുട്ടിക്കുന്നത്? മുട്ടല്ല ഉള്ളോട്ട്. എന്നാലും ഇല്ല നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ വെയിറ്റ് ഭയങ്കര കുറവാണല്ലോ. ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വിഷയം ലൈറ്റ് വെയിറ്റ്. 148 കിലോകളാണ് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ ഹോണനേക്കാൾ 5 കിലോ കൂടുതലാണ്. ഭയങ്കര ലൈറ്റാണ്. സ്പെക്ക് വൈസ് ലൈറ്റ് ആണ്. എന്നാൽ ആ സ്പെക്കിനേക്കാളും ലൈറ്റായിട്ട് നമുക്ക് റോഡിൽ ഫീൽ ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്ര ലൈറ്റ് വെയിറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ സസ്പെൻഷന് എന്താ അത്? ഇല്ല, സസ്പെൻഷൻ അവർ അതൊരു റോഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 70, 80, 90 റേഞ്ചിൽ പോകുമ്പോൾ നിനക്ക് ബെസ്റ്റ് കംഫർട്ടും കൺട്രോളും കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു സസ്പെൻഷനാണ്. ലോ സ്പീഡ്സിൽ ബാഡ് റോഡിൽ കൂടെ പോയാൽ നിനക്ക് അത്ര സുഖം തോന്നത്തില്ല. ഹൈ സ്പീഡ്സിലോട്ട് പോക്കോ വിഷയം സെറ്റാണ്. അല്ലാണ്ട് ഹൈവേക്ക് സെറ്റാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വിഷയമാണ്. എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി പോകത്തില്ല. അടിപൊളി. ചുമ്മാ വണ്ടി അങ്ങോട്ട് എതിലേ വേണം പോകുമ്പോൾ ഒരു എഫേർട്ടും ഇല്ലാണ്ട് ഓടിക്കാം. നീ ഒട്ടും ക്ഷീണിക്കത്തില്ല. ഈ വണ്ടി എത്ര ദൂരം ഓടിച്ചാലും ഭയങ്കര ഒരു പ്ലസ് പോയിന്റാണ്. കൂടെ പില്ലനുണ്ടെങ്കിലും ഭയങ്കര പ്ലാന്റഡ് ആണ്.
പില്ലിൻ്റെ വെയിറ്റ് നമ്മുടെ അടുത്തോട്ട് വരുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ഇരുന്നപ്പോഴും കംഫർട്ടബിൾ ആയിരുന്നു, പ്രത്യേകിച്ച് ഗ്രാബ് റെയിലുണ്ട്, സീറ്റ് ആണെങ്കിലും നൈസാണ്, കാണാനും സീറ്റ് നൈസാണ്, റൂമും ഉണ്ട് അത്യാവശ്യം. റൈഡറിനാണെങ്കിലും നല്ല റൂമുണ്ട്. ഈ സീറ്റും അതുപോലെ കണ്ടാൽ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും സോഫ്റ്റ് അല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് പോകുമ്പോൾ നിനക്ക് പെട്ടെന്ന് നിൻ്റെ ചന്തി വരുക്കത്തില്ല. നീ പെരുത്താൽ തന്നെ നീ ഒന്ന് എണ്ണിച്ച് നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. നിർത്തേണ്ടി വരത്തില്ല നീ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണിച്ച് നിന്ന് ഓടിക്കാനും പറ്റും നൈസായിട്ട്. എൻ്റെ ഹൈറ്റിന് എനിക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ബാർന്ന് പൊക്കിയാൽ നൈസായിരിക്കും. പക്ഷേ ഇതിൽ തന്നെയാണല്ലോ ഞാൻ കുറച്ചൊന്ന് എൻ്റെ ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. എണ്ണിച്ച് നിന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കൊരു നൈസ് ഡീലാണ്. പക്ഷേ ഈ കാറ്റഗറിയും പ്രൈസും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് വിഷയം തുടങ്ങുന്നത്. കാരണം ഓൾറെഡി നിനക്ക് 204V അവിടെ ഉണ്ട് എക്സ്പൾസ് ഈ സെയിം വിലയ്ക്ക്. 210 ഇതിനേക്കാൾ ഒരു 20,000 രൂപയും കൂടെ നീട്ടാൻ നിനക്ക് 210 കിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആക്ച്വൽ ഡ്യുവൽ പർപ്പസ് അതാണ്. ഇതിന് ആ ലുക്കുണ്ട്, പ്ലസ് ഈ പറഞ്ഞ പോലെ ഒരു മൈൽഡ് വീക്കെൻഡ് ഗെറ്റ് അവേ ട്രാവൽസിൻ്റെ ഇടയ്ക്ക് നീ എനിക്ക് എവിടെയെങ്കിലും ഓഫ് റോഡ് ഒന്ന് ഇറങ്ങാം, ഇതുപോലുള്ള ഡെസ്റ്റിനേഷൻസിലൊക്കെ വരാം എന്നുള്ളത് മാത്രമേ. നീ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ആ ഒരു റിലയബിലിറ്റി, വിശ്വാസം പരിപാടികളുണ്ടല്ലോ, റിഫൈൻമെൻറ്റ്, ക്വാളിറ്റി എന്ന് പറയണം. ക്വാളിറ്റി കമ്പോണൻസ് ക്വാളിറ്റി അടിപൊളിയാണ്, പാനൽസ് അടിപൊളിയാണ്, മീറ്റർ കൺസോൾ അടിപൊളിയാണ്, ഹാൻഡിൽ വന്നിരിക്കുന്ന സ്വിച്ചസ്, എൻജിന് എല്ലാം കറക്റ്റ് അതേ പോയിന്റ് കയറി പിടിച്ചു. ക്വാളിറ്റി അതേലാണ് അവർ ജീവിക്കുന്നത്. ഈ ഹോണ്ട എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇത്രയും പൈസ കൊടുത്താൽ ആളുകൾ ചാടി വീഴുന്നത് ഈ ഒറ്റ സാധനത്തിലാണ്. നാളെ ഇത് എടുത്തിട്ട് നീ ഇതിന്റെ പുറകെ ഒന്നും ഓടേണ്ട ആവശ്യം വരത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഈ വണ്ടിക്ക് എന്നല്ല, ഹോണ്ടയുടെ ബിഗർ ബൈക്സിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഏത് സെഗ്മെന്റിൽ ഏത് വണ്ടി എടുത്തോ ഹോണ്ടയുടെ വണ്ടി ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. അല്ല ബിഗർ ബൈക്സ് ആണ് ഇതിലും കൂടുതൽ. ഇപ്പൊ ഇതിന്റെ തന്നെ ബിഗ് ബ്രദർ NX 500 എടുത്തോ, ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ ട്രാൻസാൽപ്പ് കമ്പാരിറ്റീവ്ലി ആ സെഗ്മെന്റിലെ ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവർ പ്രൈസ്ഡ് ആണ്. ആഫ്രിക്കറ്റിന് ഫയർ ബ്ലേഡ് അത് ഓൾറെഡി സൂപ്പർ ക്ലാസ് ആണ്. അവിടെയും പൈസ ഇൻവോൾവ് ആവുന്നില്ലേ? ഇവിടെ ചിലപ്പോൾ നമുക്ക് 10,000ങ്ങളുടെ വ്യത്യാസമുള്ളൂ, അവിടെ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് മാറുന്നത്. അവിടെ പണക്കാരൻ്റെ ബുദ്ധിമുട്ട് അവനറിയുന്നില്ലല്ലോ, സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് അവന്. അതുപോലെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നീ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ജീവിതകാലം മൊത്തം വേണേൽ ഓടിക്കാന്നുള്ള രീതിയിലാണ്. അപ്പം നീ ഡിസൈഡ് ചെയ്യുക നിനക്ക് എന്താ വേണ്ടത്. നിനക്ക് അവിടെ പെർഫോമൻസ് ആണോ വേണ്ടത്, അതോ ഈ ഒരു പീസ് ഓഫ് മൈൻഡ് ആണോ കൂടുതൽ വേണ്ടത് എന്നുള്ളത് മാത്രം നോക്കിയാൽ. എന്നും പറഞ്ഞ് മറ്റ് സെഗ്മെന്റിലെ മറ്റ് വണ്ടികൾ പീസ് ഓഫ് മൈൻഡ് ഇല്ലെന്നുള്ളതല്ല, ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. അതാണ് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. ഇപ്പോൾ എക്സ്പൾസ് 210 തന്നെ നിനക്ക് അത് എത്രത്തോളം റിലയബിൾ ആണെന്ന് നിന്നോട് ചോദിച്ചാൽ നിനക്ക് അതിലൊരു പിടുത്തമില്ല. ഈ സാധനം എത്രത്തോളം റിലയബിൾ ആണെന്ന് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും പറയാം ഇത് നല്ല വണ്ടിയാണെന്ന് പറയും. കാരണം പണ്ട് തൊട്ടേ ഹോണ്ട എന്നുള്ള സാധനം, ഹോണ്ട അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അവരൊരിക്കലും പെർഫോമൻസിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്തില്ല. അപ്പോൾ ആ വിശ്വാസം നിലനിന്ന് തന്നെ പോകും. അങ്ങനെയാണ് ആ പ്രൈസും അവിടെ വരുന്നത്. അപ്പോൾ നീ 210 എടുത്താലും കമ്പയർ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു പോസ്റ്ററിൽ പിന്നെ വേറെ കമ്പയർ ചെയ്യാനില്ലല്ലോ എക്സ്പൾസും ഇതും അല്ലാതെ. അത് ആ രണ്ട് വണ്ടികളാണ് ഈ ഒരു പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് നിൽക്കുന്നത്. പിന്നെ വരുമ്പോൾ V-Strom ഒക്കെ പോകും, അല്ലെ ഡ്യൂക്ക് അല്ല അഡ്വഞ്ചർ 250 ഒക്കെ പോകും. പക്ഷെ നല്ല പ്രൈസ് പോകും, 3 ലക്ഷം അടുത്ത്. ബിഗിനറും കുഴപ്പമില്ല. ഇത് പക്കാ ബിഗിനർ. സ്കൂട്ടറിൽ നിന്ന് നേരെ ചാടിക്കറാം. എക്സ്പൾസ് 200ഉം ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് ഇതിനേക്കാളും കുറച്ചുകൂടെ ടോർക്കും പഞ്ചും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ എഞ്ചിനായിരിക്കും നീ കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ പോകുന്നത്. 210 പക്ഷേ തൂക്കും. അല്ല അത് ബിഗിനറും ഒക്കെയാണ്. ബിഗിനറിനും ഓക്കെയാണ്, ഒരു ഇൻ്റർമീഡിയറ്റിനും ഓക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറേ കൂടെ ബിഗിനറാണ്. ഇൻ്റർമീഡിയറ്റിന് ഓക്കെ കുഴപ്പമില്ല, എൻ്റെ കയ്യിലുണ്ടെന്നാൽ ഞാൻ അങ്ങ് ഓടിച്ചേക്കാം, ആ ഒരു സാധനമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊരു എക്സൈറ്റിംഗ് പാർട്സ് ഒന്നുമില്ല. ആകെ ഇതിനെ എക്സൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എഞ്ചിനും ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് കേരള ടു ബാംഗ്ലൂർ പോയി സെറ്റ് അതിനൊക്കെ കുഴപ്പമില്ല, വലിയ ഫെറ്റീഗ് പരിപാടിയൊക്കെ ഒന്നുമില്ല. ട്രാവലിംഗ് ഞാൻ പറഞ്ഞില്ല, മൈൽ മെഞ്ചറാണ്. ആ ഒരു ആ പെർഫോമൻസിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കി കാര്യങ്ങളെല്ലാം നിന്നെ അതിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത്രയും വലിയ ഇത് കൊടുത്ത ടാങ്ക് കപ്പാസിറ്റി ഒക്കെ കൂടിയോ? ഇല്ല, 12 ലിറ്റർ തന്നെ. അത് ഹോണറ്റിലും അത്ര തന്നെ, ഇതിലും അത്ര തന്നെ. കാണുമ്പോൾ പുറത്ത് വെച്ച് കിട്ടിയെന്ന് ഞങ്ങൾക്ക് ലിറ്റർ കൂടും. ഒരു 10-15 ഒക്കെ കൂടി. പിന്നെ 15 അയ്യോ. പിന്നെ ഇതിന്റെ മൈലേജ് എത്ര? മൈലേജ് എടാ ഞാൻ പറഞ്ഞില്ല, ആ സ്പീഡ്സിലാണ് ഞാൻ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ 50 കിട്ടുന്നുണ്ടെന്നേ. അതൊന്നും ആരെങ്കിലും കമന്റ് ചെയ്യും, പേടിക്കണ്ട. അതൊന്നും അറിയാനായിരുന്നു എങ്ങനെ ഉണ്ടെന്നുള്ളത് മൈലേജ്. മൊത്തത്തിൽ കൊള്ളാം. ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റീസ് എല്ലാം അടിപൊളിയാണ്. പാനൽസ് എല്ലാം അടിപൊളിയാണ്. പാനൽ ഗ്യാപ്സോ അല്ല റാറ്റ്ലിംഗ് സൗണ്ടുകളോ സ്ക്വീക്കിംഗ് നോയ്സുകളോ ഒന്നുമില്ല. പ്രോപ്പറാണ്. ഹീറ്റിംഗ് ഒന്നുമില്ല. എഞ്ചിനകത്തൊന്നും ഒരു നോയ്സ് ഇല്ല, അനാവശ്യമായിട്ടുള്ള ഒരു തരി വൈബ്രേഷൻ ഇല്ല. പക്കാ സ്മൂത്ത് പെർഫെക്റ്റ് എഞ്ചിൻ സെറ്റാണ്. വേറൊന്നും ഇല്ലല്ലോ, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്, അതാണ് ഹോണ്ടകൾ. വേറൊന്നും ഇല്ല. എന്താ തപ്പിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇതൊക്കെ തന്നെ. അയ്യോ സത്യം.
അയ്യോ, അത് ഞാനൊരു റീലും കൂടെ ഇങ്ങനെ കണ്ടായിരുന്നു. ഇതുപോലെ എഞ്ചിനകത്ത് അവർ പറയുന്നത് എന്തുവാ, സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ മിനറൽ ഓയിൽ ഒഴിച്ചാൽ മതി, ഏതൊന്നുമില്ല, ഓടിക്കോളും. കുറച്ച് എക്സാജറേറ്റ് ചെയ്താ കേട്ടോ, നിങ്ങളൊന്നും ഞാൻ ഒന്നും ഒഴിക്കാൻ പോകല്ലേ, വെളിച്ചെണ്ണ ഒന്നും എടുത്തൊഴിക്കല്ലേ. ഞാൻ പറഞ്ഞത് മിനറൽ ഓയിലിൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സ്ഥിതിക്ക് നീ ഒരു ഫുള്ളി സിന്തറ്റിക് ഒഴിച്ച് കഴിഞ്ഞാൽ വിഷയമാണ്. നോക്കണ്ട. അതെ, അത് പറഞ്ഞു. സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് ഒക്കെ ഡീസൻ്റ് ആണ്. അത് ഹോണ്ടയുടെ സർവീസ് സെൻറ്റേഴ്സ് ഓൾമോസ്റ്റ് എക്സ്പെൻസീവ്? അല്ലല്ല, ഒരിക്കലും അല്ല. ഇത് എത്ര സർവീസ് കഴിഞ്ഞത്? ഇതിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ളൂ. ഇനി അടുത്തത് 6000 അടുത്ത് 5400 കൂടെ കാണിക്കുന്നുണ്ട്. അല്ല, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് മൈലേജിനകത്ത് അതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? മൈലേജ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓടിക്കുന്ന കണ്ടീഷനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അത് ടോട്ടലി ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവർ ഓടിക്കുന്ന സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത് പുള്ളി വാഗമണ് ട്രിപ്പ് പോയ സമയത്തേക്ക് 30 റേഞ്ചൊക്കെ ഉള്ളൂ, 36 റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിപ്പം ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ 20 മിനിറ്റ് തീർക്കണമെന്ന് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ എടുത്ത് തുടങ്ങിയ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ വരുന്ന ലൈവുകളിലോ അല്ലെങ്കിൽ Q&A സെഷൻസിലോ ഒക്കെ തന്നെ അത് കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാനോട്ട് കാണുമ്പോൾ ഇസ്മി ജിൻ സൈനിങ് ഔട്ട്.